കുട്ടികളെ താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പിൽ വിദ്യാർത്ഥികളുമായ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയോടുള്ള ആദ്യ ചോദ്യം ചോദിച്ചതും ചർച്ച നിയന്ത്രിച്ചതും മലയാളി വിദ്യാർത്ഥികളായിരുന്നു. ഇന്നത്തെ വിദ്യാർത്ഥികൾ കൂടുതൽ ക്രിയാത്മകമാണെന്ന അഭിനന്ദനവുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായുള്ള സംവാദം ആരംഭിച്ചത്. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാനും എഴുത്തു പരിശീലനത്തെക്കുറിച്ചുമെല്ലാം പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. എഴുതിപ്പഠിക്കുന്നത് പരീക്ഷാ ഹാളിൽ സമയം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ഓർമ്മശക്തി കൂട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിന് ഉറക്കത്തിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. अगर आपकी माँ आपको डेली सुबह पूछे आज क्या खाओगे और आपके सामने 50 वैरायटी बोल दे, आप क्या करोगे? घूम फिर करके आ जाओगे, रोज खाते हो वहीं पर आके खड़े हो जाओगे. मैं समझता हूं कि हमें आदत डालनी चाहिए कि हम निर्णायक बने. निर्णय लेने से पहले 50 चीजों को हम बारीकियां देखें, उसके प्लस माइनस पॉइंट देखें, प्लस माइनस पॉइंट के लिए किसी से पूछे, लेकिन उसके बाद हम निर्णायक बने. और इसलिए कंफ्यूजन किसी भी हालत में आप किसी के लिए अच्छा नहीं है. अनिर्णायकता और खराब होती है और उसमें से हमने बाहर आना चाहिए. പരീക്ഷാ പേ ചർച്ചയിൽ മലയാളി വിദ്യാർത്ഥികളുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിയായ മേഘ്ന എന്നാഥാണ് പരിപാടി നിയന്ത്രിച്ചത്. പ്രധാനമന്ത്രിയോടുള്ള ആദ്യ ചോദ്യം ചോദിച്ചതും ഒമാനിൽ നിന്നുള്ള മലയാളി വിദ്യാർത്ഥിയായ ഡാനിയ ബാബു വർഗീസ് ആയിരുന്നു. 3000-ഓളം കുട്ടികളാണ് ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.